യുവമോർച്ചയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ചൂണ്ടിക്കൽ ഹരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മനുപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ അഖിൽ, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു, മറ്റ് പാർട്ടിയുടെ നേതാക്കളെ, യുവമോർച്ചയുടെ നേതാക്കളെ, ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള യുവമോർച്ചയുടെ പ്രവർത്തകരെ, ഈ കേരളത്തിലെ തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന യുവാക്കളുടെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 ആഴ്ചയിലേറെ കാലമായി നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ സമരം നടക്കുന്ന ഈ ഗേറ്റിൻ്റെ തൊട്ട് പരിസരത്ത് സ്കൂൾ അധ്യാപകരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള 1000-ലേറെ ആളുകൾ സമരത്തിലാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരും. വളരെ നന്നായി വിദ്യാഭ്യാസം കൈവരിച്ച് വളരെ കഷ്ടപ്പെട്ട് PSCയുടെ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിരവധി ജില്ലകളിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷവും നിയമിച്ചിട്ടില്ല, ഈ വർഷവും. ഈ അധ്യയന വർഷം ഏതാണ്ട് 2 മാസം പൂർത്തിയായി കഴിഞ്ഞു. ഈ അധ്യയന വർഷത്തിൽ നിയമിച്ചിട്ടില്ല. കേരളത്തിൽ ഇതൊരു പുതിയ സംഭവമല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് നിയമനത്തിന് വേണ്ടി കാത്തുനിന്ന ആളുകൾ മുട്ടിലിടഞ്ഞ് സമരം ചെയ്യുന്നത് വരെയുള്ള നടപടികളിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യം, ആ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. 10 കൊല്ലക്കാലം കേരളത്തിലെ യുവാക്കളുടെ താൽപ്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട്, കേരളത്തിലെ യുവാക്കളുടെ ആശങ്കകൾക്ക് അല്പം പോലും പരിഗണന നൽകാതിരുന്ന ഒരു സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആ സർക്കാരിനെ വലിച്ചെറിഞ്ഞത്. അതിനുശേഷം ഒരു പുതിയ സർക്കാർ ഭരണത്തിൽ വന്നു. കേരളത്തിന് ഒരു പുതുയുഗം സമ്മാനിക്കാൻ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 20-ലധികം മന്ത്രിമാരും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. 10 കൊല്ലക്കാലം കേരളത്തിലുണ്ടായിരുന്ന മുരടിപ്പ്, ആ മുരടിപ്പിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ, ആ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് അവരെല്ലാവരും അഭ്യർത്ഥിച്ചിരുന്നത്. അത് വിശ്വസിച്ച ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ, ആ സർക്കാരിനെ തിരഞ്ഞെടുത്തു. 100-ലധികം നിയമസഭാ അംഗങ്ങളെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരായിട്ട് നിയമസഭയിലേക്ക് എത്തിച്ചു. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള എന്ത് മാറ്റമുണ്ടായി എന്നുള്ളതാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ ഭരണഘടന നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. സുതാര്യത ഉറപ്പുവരുത്തേണ്ട സ്ഥാപനമാണ്. എല്ലാവർക്കും നീതി ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഒരു സ്ഥാപനമാണ്. അതാണ് ഭരണഘടനയുടെ അന്തസ്സത്ത. പക്ഷേ ആ അന്തസ്സത്തെ കാറ്റിൽ പറത്തുന്ന നയസമീപനങ്ങളാണ് ഈ സർക്കാർ വന്നതിന് ശേഷവും
PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള നിരവധി തെറ്റുകൾ ഞങ്ങൾ തിരുത്താൻ പോവുകയാണെന്നാണ് ഈ സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറ്റാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. എന്ത് മാറ്റം വരുത്തി? കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇപ്പോഴും 21 പേരുണ്ട്. കേരളത്തിലെ ജനസംഖ്യ കഷ്ടിച്ച് 4 കോടിയാണ്. ഉത്തർപ്രദേശിലെ ജനസംഖ്യ 20 കോടിയാണ്. 20 കോടി 2021 കണക്കാണ്. 2021 സെൻസസ്, ആ കാലഘട്ടത്തിലെ സെൻസസ്. പുതിയ സെൻസസ് നടക്കുമ്പോൾ ആ സംഖ്യ ഒരു 24 കോടിയൊക്കെ ആവുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അവിടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആകെ 12 അംഗങ്ങളേ ഉള്ളൂ. മഹാരാഷ്ട്രയിൽ 11 കോടി 12 കോടിയാണ് മഹാരാഷ്ട്രയിലെ ജനസംഖ്യ. ഇന്ത്യയിലെ ഏറ്റവും വ്യവസായവൽകൃതമായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈയാണ് അതിൻ്റെ തലസ്ഥാനം. മഹാരാഷ്ട്രയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 12 പേരേ ഉള്ളൂ. കേരളത്തിലെ 4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 21 പേരെ എന്തിനാ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിയമിച്ചിരിക്കുന്നത്? കേരളത്തിലെ അത്രയധികം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണോ? ഉത്തർപ്രദേശിനേക്കാൾ കേരളത്തിൻ്റെ 5 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ആ ഉത്തർപ്രദേശിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ, അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ 5 ഇരട്ടി വരുന്ന ജനസംഖ്യ, ആ ജനസംഖ്യയുടെ അത്രയെങ്കിലും, അവിടെ എടുക്കുന്ന അത്രയെങ്കിലും ഉദ്യോഗാർത്ഥികളെ കേരളത്തിൽ തിരഞ്ഞെടുക്കാനുണ്ടോ? അല്ല. അതൊന്നുമല്ല കാരണം. കാരണം എന്താ? പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെ കറവപ്പശുവാണ്. ഭരണത്തിലിരിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി സർവീസ് കമ്മീഷനായിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ കാലത്ത് അത് പിണറായി സർവീസ് കമ്മീഷനായി. ഇപ്പോഴും അത് പാർട്ടി സർവീസ് കമ്മീഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് VD സതീശൻ്റെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത ആളുകൾ, ആ ആളുകളെക്കുറിച്ച് ധാരാളം പരാതികൾ, ആ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ചില പരീക്ഷകൾ, ആ പരീക്ഷകളിൽ യോഗ്യതയില്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്തു എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്റർവ്യൂ നടത്തിയ ഘട്ടങ്ങളിൽ ആ ഇന്റർവ്യൂവിൽ പാർട്ടി പരിഗണനയിലൂടെയാണ് അവർക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം കൊടുത്തത് എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെയും CPMൻ്റെയും നേതാക്കന്മാരായിരുന്ന ആളുകൾ, ആ ആളുകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പരീക്ഷയിൽ, ആ പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം. ആ 1ാം റാങ്കിന് അവർക്ക് ഒരു അർഹതയുമില്ലായിരുന്നു എന്ന് പിന്നീട് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. അവർ യൂണിവേഴ്സിറ്റി പരീക്ഷ പോലും ഉത്തരക്കടലാസ് രഹസ്യമായിട്ട്, കൃത്രിമമായിട്ട് അവർ നേരത്തെ തന്നെ ഉണ്ടാക്കി, അതിൻ്റെ രേഖകൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള ഉത്തരക്കടലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിയത് എന്ന് ധാരാളം തെളിവുകൾ പുറത്തു വന്നു. അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, ആ പബ്ലിക് സർവീസ് കമ്മീഷനെ എന്തുകൊണ്ടാണ് സതീശൻ സർക്കാർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ ഇത്രയും കാലം CPMൻ്റെ വിടുപണി ചെയ്തിരുന്ന ആളുകൾ ഇനി കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വിടുപണി എടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിലപേശൽ നടക്കുകയായിരിക്കും. കാരണം അവിടെ ഇരിക്കുന്ന ആളുകളുടെ നിലവാരം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ എന്തൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട, അവിടെ നിയമിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പാർട്ടി മേലാളന്മാരോടുള്ള കൂറിനപ്പുറത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗമായിരിക്കാനുള്ള മറ്റെന്തെങ്കിലും യോഗ്യത അവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അവരൊക്കെ വിൽപ്പന ചരക്കായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണോ? അവരെ വാങ്ങാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടുള്ള വിലപേശൽ എന്താണ്? നിന്റെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന എത്ര ആൾക്കാരെ എടുക്കും, ഞങ്ങൾ പറയുന്ന ആൾക്കാരിൽ നിന്ന് എത്ര രൂപ
കമ്മീഷനായിട്ട് വാങ്ങും. ഇതുപോലെയുള്ള ഇടപാടുകളാണോ നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉണ്ട്. ആ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ നേതാവ്, അതിന്റെ ചെയർമാൻ INTUC-യുടെ നേതാവാ. INTUC-യുടെ ഒരു വിഭാഗം പറയുന്നത് INTUC ബ്രാക്കറ്റിൽ പിണറായി എന്നാണ് അവര് ഈ പറഞ്ഞ നേതാവിന്റെ പക്ഷത്തിന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ INTUC-യിൽ ഒരു പിണറായി പക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. CPM-ന് അനുകൂലമായിട്ട് നിൽക്കുന്നവരുടെ ഒരു പക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് കേരളത്തിലെ CPM ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ സ്ഥിതി. ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലും ഇതേപോലെയുള്ള ഒരു സ്ഥിതി. ആ സ്ഥിതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിലപേശലിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ശ്രമം നടത്തുന്നത്? അതിനു വേണ്ടിയിട്ടാണോ ഇവരെ നിയമിക്കാതെ, ഇവരെ പിരിച്ചുവിടാതെ, ഇവർക്കെതിരായിട്ടൊരു നടപടിയും എടുക്കാതെ ഇങ്ങനെ ഇവരെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനെതിരായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. ആ അന്വേഷണവുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നാണ് PSC ഔദ്യോഗികമായിട്ട് ഇപ്പൊ വിശദീകരണം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ പോലീസിന്റെ സംവിധാനം അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അർജുൻ ആയങ്കി നാട്ടിലെ 1-ാം നമ്പർ ക്രിമിനലാണ്. കേരള പോലീസിന് പക്ഷേ അയാളെ തൊടാൻ പേടിയാ. കാരണം എന്താ? ഒന്നുകിൽ തൊടാൻ പേടി, അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പോലീസ് പിണറായി വിജയന്റെ പോലീസായിട്ട് തുടരുന്നു. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിയന്ത്രണത്തിലായിട്ടില്ല. 10 കൊല്ലക്കാലം ആരൊക്കെയാണോ രാഷ്ട്രീയ യജമാനന്മാരായിരുന്നത് അവരുടെ നിയന്ത്രണത്തിൽ ഇപ്പം തുടരുകയാണോ? അവരാണ് അന്വേഷിക്കുന്നത്. അവരാണ് PSC-യിലെ ക്രമക്കേട് അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് എന്ത് ക്രമക്കേട് പുറത്തു വരും? മാത്രമല്ല, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി, ആ റാങ്ക് ലിസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് ഫലം പുറത്തു വരാൻ എടുക്കുന്ന സമയം, ധാരാളം ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ ഇതിനകം നിലവിലുണ്ട്. ഈ ആധുനിക സംവിധാനങ്ങൾ മൂല്യനിർണ്ണയത്തിന് വേണ്ടി എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ, അങ്ങനെയുള്ളവരുടെ അമർഷം, അവരുടെ രോഷം, ആ രോഷമാണ് കഴിഞ്ഞ 35 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ആശമാര് സമരം ചെയ്തപ്പോൾ നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്. സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ മറന്നുപോയോ? എന്തുകൊണ്ടാ ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള അധ്യാപകരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരെ PSC തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ സമരം ചെയ്തിട്ട് ഇന്ന് വരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാത്തത്? അവരങ്ങോട്ട് പോയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നുണ്ട്. അവർ കാണുമ്പോഴൊക്കെ നിഷേധാത്മകമായിട്ടുള്ള സമീപനം, ആ സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ളത്. അതുകൊണ്ട് യുവമോർച്ച ഇന്ന് ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണം. അവരുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അനുഭാവപൂർവം പരിഗണിക്കണം. ഈ കേരള PSC എന്ന പേരിലുള്ള ഈ പാർട്ടി സർവീസ് കമ്മീഷൻ, ഈ പാർട്ടി സർവീസ് കമ്മീഷനെ പിരിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് VD സതീശന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരോട് എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇവരെ പിരിച്ചുവിടാൻ. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പിണറായിയുടെ കാലത്തെ പിണറായി സർവീസ് കമ്മീഷനെ പിരിച്ചുവിടാൻ അതിന് VD സതീശന് ധൈര്യമുണ്ടോ?
വി ഡി സതീശൻ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരാളല്ല. കാരണം 10 കൊല്ലക്കാലം വി ഡി സതീശനെ സംരക്ഷിച്ച് നിർത്തിയത് പിണറായിയാണ്. എന്താ പുനർജനി കേസിൽ പിണറായിയുടെ കാലത്ത് ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്? പുനർജനി കേസ് പിണറായിയുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ല. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല വന്നപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പോലീസ് വി ഡി സതീശന്റെ കേസ് അന്വേഷിക്കുക. എങ്ങനെയുണ്ടാവും? യജമാനന്റെ കേസ് അന്വേഷിക്കാൻ ആ യജമാനന്റെ കീഴിലുള്ള പണിക്കാരൻ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ ക്ലീൻ ചിറ്റ് കൊടുത്തു. വി ഡി സതീശൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വി ഡി സതീശൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ പോലീസിൽ ഉണ്ടാവോ? അങ്ങനെയുണ്ടെങ്കിൽ, അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിൽ അയാൾ നിലനിൽക്കുമോ? അപ്പോൾ സ്വാഭാവികമാണ് ഇവർ തമ്മിലുള്ള ഒത്തുകളി. അതിന് പകരമാണോ പിണറായി നിയോഗിച്ച ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കാം, എൻ്റെ കാര്യം നിങ്ങൾ നോക്കണം? ഈ പരസ്പര ധാരണ കേരളത്തിൽ കുറെ കാലമായിട്ട് നടക്കുന്ന ഈ ഒത്തുകളിയിൽ കേരളത്തിലെ യുവാക്കളെ ബലിയാടുകളാക്കി മാറ്റാനുള്ള നീക്കം, ആ നീക്കം യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും അനുവദിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു.